ഹലോ. അപ്പോൾ തമ്പുരുവിൻ്റെയും വീണയുടെയും ബർത്ത്ഡേക്ക് ലിപ്സ്റ്റിക്ക് പോകുമ്പോ ഞങ്ങളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കപ്പപ്പുഴുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബട്ടർ ചിക്കൻ, ആർക്കാ മക്കളുടെ ബർത്ത്ഡേ അനുബന്ധിച്ച് ഞങ്ങൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. സാധനങ്ങളൊക്കെ മേടിച്ചു. ഇന്നാണ് ബർത്ത്ഡേ. ബട്ടർ ചിക്കനുള്ള ചിക്കൻ വർക്കാണത്. അമൃതയുടെ പരിപാടിയാണ് ബട്ടർ ചിക്കൻ. ഇനി ഞാൻ ഇത് എന്നെ പനിയാടാ, ചെടി പറക്കേണ്ട കാര്യമുണ്ടോ? മറ്റേ ഇതിനെന്നെ വേണ്ടേ? തണ്ണിമത്തനാണ്, കസ്റ്റാർഡ്. അമ്മതേ തണ്ണിമത്തൻ കഴിക്കുക. തണ്ണിമത്തൻ മതിയോ? ഞങ്ങളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കപ്പപ്പുഴുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബട്ടർ ചിക്കൻ, മീൻ വറുത്തുണ്ട്. എല്ലാവരും ഇവിടെ കളിയാ. പാഷൻ ഫ്രൂട്ട് പറയുന്നത് ഇതാണ്. ഇത് വീനക്കും ചോറ് കൊടുക്കണേ കാരണം, പക്ഷെ ഒരു കാര്യമില്ല. എന്റെ പൊന്ന് പാഷൻ ഫ്രൂട്ട് വെക്കാണ് കാണുന്നത്. എൻ്റെ കൊച്ചുകൊണ്ടിരുന്ന എന്തോ കളിയാണ് വീനക്കുഞ്ഞ്. അങ്ങനെ എല്ലാവരും ഉച്ചഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. അലങ്കരിക്കാൻ വേണ്ടി കുറച്ച് ബന്ദിമാല മേടിച്ചു. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബന്ദിമാല. പിന്നെ എടുത്തോ. ഇത് ഞങ്ങളുടെ ശിവചാച്ചനാണ്. ഡിസൈൻ എങ്ങനെയുണ്ട്? കൊള്ളാമോ? എല്ലാവരും ഇഷ്ടപ്പെട്ടോ? ദേവ ബലൂൺ വീർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ ഒന്നും പുള്ളിക്ക് സാധിക്കണില്ല. എല്ലാം അറേഞ്ച് ചെയ്യണതിൻ്റെ തിരക്കാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ ഇളയ ചാച്ചായും കുടുംബവും എത്തിയിട്ടുണ്ട്. മനോജ് ചാച്ചായി. ഞങ്ങളുടെ ചാച്ചായിക്ക് വരാൻ പറ്റിയില്ല. ഇത് ഞങ്ങളുടെ മൂത്ത ചാച്ചായാണ്. ഇപ്പോൾ ജോലിയിലാണ്, ഞങ്ങൾ വരാൻ പറ്റിയില്ല. എല്ലാവരും കൂടി ഡെക്കറേഷൻ വർക്കൊക്കെയാണ്, ലൈറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം. അല്ല അതൊക്കെ ഉണ്ടാവും. വാഴയുടെ മുള്ളു പൊട്ടി, കരിവാളിച്ചു, മുട്ട് പൊട്ടി, എവിടെ പോയി വീണ്? മുറ്റത്ത് ഈ ആങ്ങളെ മംഗളകടം കെട്ടി സംഭവം വീണിട്ട് എന്നാ പറ്റി? വീണക്കുഞ്ഞ് റെഡിയായാ? അമ്പമ്പോ വീണക്കുഞ്ഞ് ഒരുങ്ങി സെറ്റായിട്ടുണ്ട്. മൂമി കെട്ടിത്തരാന്ന് പറഞ്ഞേ. ചേച്ചിക്ക് ഉടുപ്പ് തയ്ച്ചുകൊണ്ട് വന്നു. അച്ഛനെ മേടിച്ചോണ്ട് വന്നു. വീണക്കുഞ്ഞ് ഒന്ന് കറങ്ങിക്കേ, ഒന്ന് കറങ്ങിക്കോ. ഒറ്റ ഒന്നും കൂടെ. സമിച്ചിജി കൈ എന്നാ പറ്റിയേ? കുടുംബക്കാരായിട്ട് സൗകര്യമുള്ളതുകൊണ്ട് കാണിച്ചേ നോക്കട്ടെ. ഇത് തമ്പു ചോടാ, ഇത് നീരുണ്ടല്ലോ. ബർത്ത്ഡേക്ക് തമ്പൂഞ്ഞിന് എല്ലാ വർഷവും ഉള്ളതാന്ന് എനിക്ക് തോന്നുന്നത്. അതെ അതെ അതെ. ഇല്ല
ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. എന്നേ ഇനി ബ്യൂട്ടീഷ്യൻ ഒരു ഇതായി പേരെ ഞങ്ങളെ ബ്യൂട്ടീഷ്യൻ തടത്തിന് ബ്യൂട്ടീഷ്യൻ. ഇതെന്റെ ഫ്രണ്ട്സാണ് സുജോയും കല്ലു ചേട്ടനും. അയ്യോ ഇങ്ങോട്ട് വരണ്ട. ആ അങ്ങോട്ട് വേണ്ട നമ്മൾ കേക്ക് കുറിക്കാൻ പോവാം. ഫ്രണ്ട്സ് സിൻഡോയും ഡെല്ലു ചേട്ടനുമാണ്. അച്ഛൻ മക്കളുടെ കൂടെ ഇരുന്ന് സെൽഫി എടുക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇതാണോ മോന്ത? അങ്ങനെ തമ്പൂട്ടൻ റെഡി ആയിട്ടുണ്ട്, എല്ലാം അടിപൊളിയായി. ഇനി നമുക്ക് കേക്ക് മുറിക്കാനുള്ള പരിപാടി തുടങ്ങാം. ലിപ്സ്റ്റിക്ക് പോകുമ്പോ പിന്നെ തമ്പു അടുത്ത് നമ്മുടെ ചേച്ചി ഞങ്ങള് ബൊഫെ സെറ്റപ്പാണ് ഉദ്ദേശിച്ചത്. പലഹാരങ്ങളുണ്ട്, കപ്പപ്പുഴുക്കുണ്ട്, അപ്പം, ഇടിയപ്പം, പൊറോട്ട, വട്ടയപ്പം, മീൻ പൊള്ളിച്ചത്, ബട്ടർ ചിക്കൻ, പിന്നെ ഫ്രൂട്ട് സലാഡ്, അങ്ങനെയുള്ള വിഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇത് അമൃത എല്ലാവർക്കും കേക്ക് സെർവ് ചെയ്യുന്നതാണ്. നമ്മളെ വേണ്ട, എനിക്കത്ര മതി. മക്കള് ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ചു നോക്കണതാണ് കാണുന്നത്. ഓമനാന്റെയും അമ്മാവനൊക്കെ എത്തി. ചേച്ചി
അവിടെ ചേട്ടായി റിവേഴ്സ് എടുത്ത് എല്ലാം സെറ്റാക്കി. പലഹാരങ്ങളുണ്ട്, പിന്നെ ദേ കപ്പ, ചിക്കൻ വറുത്തത്, മീൻ പൊള്ളിച്ചത്. സൗമ്യയും അമ്പാടിയും കൂടെയാണ് കേക്ക് സർവിങ്ങിനുള്ളത്. എല്ലാം പ്ലേറ്റിലേക്ക് ആക്കി റെഡിയാക്കുന്നത്. കഴിച്ചോ. സൂപ്പറാകല്ലേ? ഹലോ. അപ്പോൾ തമ്പുരുവിൻ്റെയും വീണയുടെയും ബർത്ത്ഡേക്ക് നമ്മൾ നല്ല രീതിയിലൂടെ പോവാണ്. അപ്പോൾ എല്ലാ ഒരു ഹാപ്പി ബർത്ത്ഡേ. പാട്ടിന് വിളിക്കും, പാട്ടിന്. രണ്ടുപേരും കൂടെ നിൽക്കും. ചേച്ചിയുടെ ഷോ ഉണ്ട്. ഉഷാൻ്റെയും ശിവചേട്ടനുമാണ്. പിന്നെ അച്ഛനും അമ്മയും ഉഷാൻ്റെയും അമ്മയും ഇവരെല്ലാവരും ഫോട്ടോഷൂട്ടാണ്. ഒന്നും കൂടി ഉണ്ട് ഇറങ്ങണം. ഒരു പൊറോട്ട എടുത്തോണ്ട് വരുമോ? പരിപാടികൾ കഴിഞ്ഞു. വീട്ടിലുള്ളവരെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഒന്ന് കഴിച്ചേക്കാൻ പറ്റും. ഇനി എൻ്റെ കൂട്ടുകാരുമൊത്ത് ഞങ്ങൾക്ക് മൂന്നാർ പോകാനുള്ളതാണ്. ഇപ്പോൾ രാത്രിയിൽ എന്തായാലും അതിൻ്റെ തയ്യാറെടുപ്പ്. ഞങ്ങളിനി റെഡിയായി. അമൃതേ വന്നിരിക്കുന്നു. ഞങ്ങളിത് പോകാനുള്ള റെഡിയായി.